എൻ്റെ പേര് ഡോക്ടർ പ്രദീപ്. ആസ്റ്റർ നിംസിലെ സീനിയർ കൺസൾട്ടൻറ്റ്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും സ്പോൺസ് പെൻസിലും. ചലനം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചലനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതി ആകെ മാറും. ഈ ചലനം കുറയാനുള്ള കാരണങ്ങൾ പലതുമുണ്ട്. അതായത് പ്രമേഹം, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, വേറെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ്. അതിലൊരു കാരണമാണ് മുട്ടുവേദന. മുട്ടുവേദന വല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് മുട്ടു തേയ്മാനം. ഇത് പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് തേയ്മാനം. തേയ്മാനത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മളെ രണ്ട് എല്ലിൻ്റെ മുകളിൽ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ തരുണാസ്ഥി എന്ന് പറഞ്ഞത്, അതായത് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് കാരണമാണ് നമ്മളെ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഇളകുന്നത്. ഈ കാർട്ടിലേജ് ഇല്ലെങ്കിൽ രണ്ട് എല്ലും തമ്മിൽ വരയും. അത് വരയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും വേദന ഉണ്ടാവും. നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, പ്രേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, സ്റ്റെപ്പ് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം എന്തൊക്കെയാണ് കാരണങ്ങൾ ഇതിന്? ഒന്ന്, എവിടെയെങ്കിലും ആരെങ്കിലും വീണ് പോയിട്ടുണ്ടോ? അത് കാരണം തരുണാസ്ഥിക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, പഴുപ്പ് എന്തെങ്കിലും ചെറിയ കുട്ടിക്കാലത്തിലോ വളർന്ന സമയത്ത് മുട്ടിന് പഴുപ്പുണ്ടെങ്കിലോ, മുട്ടിന് എന്തെങ്കിലും ഡിഫോമിറ്റീസ്, അതായത് മുട്ടിൻ്റെ ഷേപ്പ് കറക്റ്റ് അല്ല. അതായത് അപ്പം എന്താണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കുക? എന്താണ് വേദന ഉണ്ടാവും. എപ്പോഴൊക്കെയാണ് വേദന ഉണ്ടാവുക? നമുക്ക് നടക്കുമ്പോൾ വേദന ഉണ്ടാവും, സ്റ്റെപ്പ് കയറുമ്പോൾ വേദന ഉണ്ടാവും, പ്രേ ചെയ്യുമ്പോൾ, നീൽ ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും. വളരെയധികം തേയ്മാനം ഉണ്ടെങ്കിൽ കിടക്കുമ്പോഴും വേദന ഉണ്ടാവും. വേറെ എന്തൊക്കെയാണ് ഉണ്ടാവുക? മുട്ട് ഇളകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. രണ്ട് എല്ലും ഒരയുന്ന ഒരു ശബ്ദം ഉണ്ടാവും. ചില ആൾക്കാർക്ക് നീരുണ്ടാവും, മുട്ടിന് വളവുണ്ടാവും. ഇതൊക്കെയാണ് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ. അതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ തേയ്മാനം ഉണ്ടെന്ന് മനസ്സിലാക്കുക? ഇതിന് സിമ്പിൾ ഒരു എക്സ്റേ എടുത്താൽ മതി. എക്സ്റേ എടുത്ത് അത് സ്റ്റാൻഡിങ് എടുക്കണം, അത് നിന്നുകൊണ്ടുള്ളൊരു എക്സ്റേ. ഈ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് എല്ലും തമ്മിൽ എക്സ്റേയിൽ ഒരു സ്പേസ് ഉണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കുറഞ്ഞു വരും തേയ്മാനം കൂടുന്തോറും. സിവിയർ തേയ്മാനം ഉണ്ടെങ്കിൽ ആ രണ്ട് എല്ലും തമ്മിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അതായത് കുറച്ച് തേയ്മാനമുള്ള ആൾക്കാർക്കും സിവിയർ തേയ്മാനമുള്ള ആൾക്കാർക്കും ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ചെറിയ തേയ്മാനമുള്ള ആൾക്കാർക്ക് നമുക്ക് മരുന്ന് കൊടുക്കുക. അത് പലതരം മരുന്നുണ്ട്. വേദന, നീര് കുറയാനുള്ള മരുന്ന്, നമ്മൾ ഈ തരുണാസ്ഥി ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി വേദനയും നീരും കുറയാനുള്ള ഫിസിയോതെറാപ്പി ഉണ്ട്. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, മസിൽ സ്ട്രോങ് ആക്കുക, അതിനുള്ള എക്സസൈസ് ചെയ്യാം. വെയിറ്റ് ഉള്ള ആൾക്കാർ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ മുട്ടിനുള്ളിൽ കൂടെ പോകുന്ന ഫോഴ്സസ് കുറയും. പിന്നെ ചെരുപ്പിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇഞ്ചെക്ഷൻസ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ്. അതായത് ചില ഇഞ്ചെക്ഷൻ നമ്മളൊരു ജെല്ല് മുട്ടിൻ്റെ ഉള്ളിലായിരിക്കും, അത് കൊണ്ട് ഒരു സ്പേസർ എഫക്റ്റ് പോലെ ഉണ്ടാവും. അത് കാരണം കുറച്ച് വേദന കുറയും. രണ്ടാമത്തെ കാരണം, ഇഞ്ചെക്ഷന് നമ്മൾ സ്വന്തം ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ആ മുട്ടിൻ്റെ ഉള്ളിലേക്ക് അത് 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഈ കൺസർവേറ്റീവ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇതിൽ മിക്ക ആൾക്കാർക്കും കുറേ റിലീഫ് ഉണ്ടാവും. അതായത് തേയ്മാനം കുറവുണ്ടെങ്കിൽ വെക്കും. അതൊരു ആർട്ടിഫിഷ്യൽ ജോയിൻ്റാണ്. പക്ഷേ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഉടനെ നടക്കാൻ പറ്റും, കുറച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് നടക്കാൻ പറ്റും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാം. കുറേ കഴിഞ്ഞാൽ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നീൽ ചെയ്തിട്ട് പ്രേ ചെയ്യാം. ഇതൊക്കെ ചെയ്യാം. ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ട്രാവൽ ചെയ്യുക, പ്രേ ചെയ്യുക, ലോങ് ഡിസ്റ്റൻസ് നടക്കുക, ബാക്കിയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യുക, അതായത് വെയിറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മളെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, നടക്കാൻ പറ്റില്ല. അപ്പോൾ മുട്ട് മാറ്റൽ ഓപ്പറേഷൻ ഒരു ഹൈലി സക്സസ്ഫുൾ ഓപ്പറേഷനാണ് തേയ്മാനത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഈ മുട്ടുവേദന, തേയ്മാനം കാരണം ഇതിൻ്റെ